ഡേയ് ശശാങ്ക നീടാ പുതിയേ എന്നെ കാണാനുണ്ടോടേ? ഡേയ് നീ ദാസപ്പനാട്ടെ മറ്റേ മാട്ടിപ്പെട്ടി മച്ചാനോട്ടിൽ പണിക്കുകയില്ലേ? അപ്പം വന്ന എന്തിനാ അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ? എടാ അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞ്. പക്ഷെ അവൻ്റെ കാര്യം ആലോചിക്കും ഭയങ്കര സങ്കടോടെ. ഇത് ചെയ്യണമെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. എന്താ എന്താ എന്ത് പറ്റിയിടാ? നമ്മളെ ദാസപ്പന് എന്ത് പറ്റി? പറ്റിയാ? എടേ മാട്ടുപ്പെട്ടി മച്ചാൻ്റെ വീട്ടിലെ അവസാനത്തെ 10 ദിവസം കൂടെ പണിയുണ്ടായിരുന്ന സമയത്ത് അവൻ്റെ ഒരു ബന്ധുവിനെ കൂടെ വിളിച്ചുകൊണ്ട് വന്ന് എന്താണ് അവൻ പറഞ്ഞു കൊടുത്ത് റമ്മെന്ന് പറഞ്ഞാൽ റെഗുലർ യൂസ് മെഡിസിനാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ എന്ത് ചെയ്തറിയാമോ? ഇവ എന്തോ അത് കഴിപ്പ് തുടങ്ങി. മനസ്സിലായി? ഇവിടെ നീ കിണിക്കാതെ കാര്യം പറയടാ. ഇവിടെ അവൻ എന്ത് പറ്റി? ഇപ്പം തിന്ന് കിണിക്കണ ചുമ്മാ എന്താടാ? എടേ നിനക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവനിപ്പം മുഴുകുടിയനായടാ. എടീ എന്നിട്ട് ഇപ്പം ദാസപ്പ എവിടെ? അവൻ്റെ കാര്യം പറ. അവൻ ഇപ്പം എവിടെ? അവൻ തലവെക്കാൻ വയ്യാതെ വീട്ടിൽ കിടക്കണം. പിന്നെ അവൻ എവിടെ പോയി? ഞാൻ ഒരു 14 പ്രാവശ്യം വിളിച്ച്. മണി 12 മണിയായിട്ട് ഉറക്കം എണീറ്റില്ല. നീ പോയി വിളിച്ചു നോക്ക്. നല്ലൊരു ചെറുക്കനായിരുന്നു. ഇവിടെ അവൻ വല്ലപ്പോഴും ഉള്ള ഡ്രമ്മ് മാത്രം തന്നെ ചെയ്യണം. എനിക്ക് കുഴപ്പമില്ല, മാറ്റിയെടുക്കാൻ അവന്. ദാസപ്പൻ്റെ കൂട്ടുകാരനാണ് അവനെ ചതിച്ചത്. അവനാണെങ്കിൽ ഇവന് റമ്മ് ഓരോ ഔൺസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു അവസാനം അവന് ഔൺസ് ഒന്നും മതിയാവാതെയായി. പിന്നെ ഇഷ്ടം പോലെ കുടി. ഇപ്പം ബ്രാൻഡി എന്നോ ബിയറെന്നോ ഒന്നും അവനിപ്പം മെഡിസിനല്ല. നീ ആണെങ്കിൽ ആടുത്തും പറയരുത്. ഇപ്പം അവൻ എന്തറിയാമോ? പോച്ചയാണ്. നമ്മളെ ബോച്ചയാ? ബോച്ചയാ? ഏത് ബോച്ച? ഇവിടെ ബോച്ചയല്ല, പോച്ചെന്ന് പറഞ്ഞാ കഞ്ചാവ്. സത്യം. എൻ്റെ കൂടെ നടന്ന പയ്യൻ എൻ്റെ കൂടെ നടന്നപ്പോൾ ഒരു കുഴപ്പമില്ല അവൻ. പിന്നെ വേറൊരു കേസ്, എൻ്റെ കൂട്ടായിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും എന്നെ പോലെ ഒരു തുള്ളി മദ്യം കഴിക്കില്ലായിരുന്നു. ഞാൻ പക്ഷേ ഇന്നേ വരെ മദ്യം രുചിച്ചു പോലും നോക്കിയിട്ടില്ല. നിനക്കറിയാമല്ലേ അത്? നീ ഒളിച്ചും പതുങ്ങിയൊക്കെ വാങ്ങിച്ചോണ്ട് വെച്ച് കുടിക്കണൊക്കെ ഇവിടെ നാട്ടിൽ പാട്ടാണ്. മനസ്സിലായ? നീ രുചിയെ കിട്ടില്ലെന്നാ? നീ ആരുടെ പറഞ്ഞ? എൻ്റെ അടുത്താ? നല്ല പിള്ള. പൂച്ച കണ്ണടച്ച് പാൽ കുടിച്ച് ആരും അറിയില്ലെന്നാ എൻ്റെ വിചാരം. നീ അവനെക്കാരും വലിയ കുടിയില്ലെന്ന് എനിക്കറിയാം. രുചിച്ച് നോക്കിയിട്ടില്ലെന്ന്. പോടെ വേറെ ആരത്തെങ്കിലും പറഞ്ഞു. അത് പോട്ട്. നീ നാളെ 2 തേങ്ങ വെച്ചിട്ട് ഞാൻ തന്നില്ല. പിന്നെ അതിൻ്റെ ഒരു വിഷമത്താണ് നീ പറയണത്. മനസ്സിലായി? പിന്നെ ഒരു 15 തേങ്ങ വീട്ടിലിരിപ്പുണ്ട്. നീ എടുത്തോണ്ട് പോ. കുഴപ്പമില്ലേ? പൈസ എന്താ? ചാക്ക് എടുത്തോണ്ട് വന്ന് വണ്ടി എടുത്തോണ്ട് പോ. ആട്ടം ഉണ്ടല്ലോ എനിക്ക്. എടുത്തോണ്ട് പോ. പിന്നെ നിനക്ക് ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് വിശ്വാസമില്ല. ഞാൻ കുടിച്ചിട്ടുണ്ടോ നീ പറയണത്? ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ കുടിച്ചിട്ടില്ല. നീ ചുമ്മാ ഇരടെ. നീ വേറെ വല്ലതും ചെന്ന് നീ പറയാൻ ഉള്ള കാര്യമാണ് പറയണേ. എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. നാട്ടുകാർക്ക് പാട്ടാണ് ഈ ഒരു മുഴു കൂടിയനാണ്. എന്നോടെ കൂടി എന്നാ വാങ്ങിനായത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലേ ഞാൻ നിന്നെ തൊട്ട് സത്യം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ നീ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ വീട്ട് ഞാൻ വിശ്വസിക്കാം. ഡേയ് ശശാങ്ക, നീയാടാ? നീ അളിയാ വിടുന്നാടാ? ശശാങ്ക അളിയാ, ഡേയ് എന്ത് പറ്റിയടാ? ഡേയ് അളിയാ, അയ്യോ എന്ത് പറ്റിയ? അതിലുണ്ട് ആരുമില്ല.